രക്തം കണ്ടാൽ ആനന്ദിക്കുന്നവനെന്നാണ് ഗുണ്ടാ നേതാവ് അലുവാദുലിനെ കൂട്ടുകാർ വിളിക്കുന്നത്. എതിരാളികളുടെ വെല്ലുവിളിയെ നെഞ്ചുവിരിച്ചതെന്ന് നേരിട്ട കുറേ കഥകൾ അയാളെക്കുറിച്ച് പറയാനുണ്ട്. എന്നാൽ അതേ രീതിയിൽ തന്നെ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഗുണ്ടാക്കുടിപ്പക. ബ്ലാക്ക് വിഷ്ണു എന്ന കൊടും കുറ്റവാളിയാണ് അതുലിനെ തീർക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത്. പകരം വീട്ടാൻ നടക്കുന്നവരോട് പറയാനുള്ളത് എന്ന ടൈറ്റിലിൽ അതുൽ മുൻപ് പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം റീലാണ് കടത്തൂർ സംഘത്തെ പ്രകോപിപ്പിച്ചത്. അന്നു തന്നെ അതുലിനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. അതിനായി പണപ്പിരിവ് നടത്തി. പിന്നീടായിരുന്നു കരുനാഗപ്പള്ളിയെ നടുക്കിയ അതുൽ വധം. കൊലപാതകം നടന്ന് 12 മണിക്കൂറിനുള്ളിൽ 10 പ്രതികളെയും പോലീസ് പിടികൂടിയത് അതിസാഹസികമായിട്ടാണ്. സിനിമാ സ്റ്റൈലിലുള്ള ചേസിങ്ങും നാട്ടുകാരുടെ ഇടപെടലും പോലീസിന് കാര്യങ്ങൾ എളുപ്പമാക്കി. കൃത്യത്തിന് ഉപയോഗിച്ച ഇന്നോവയും രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്വിഫ്റ്റ് കാറും ഉൾപ്പെടെ 2 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലത IPSന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു വ്യാപക തിരച്ചിൽ നടത്തിയത്. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. നൌഫൽ, ഷംനാദ് ശങ്കരാടി, ഷിനു പീറ്റർ, മുഹമ്മദ് ഫൈസൽ എന്നിവരെയാണ് ആദ്യം കസ്റ്റഡിയിലെടുത്തത്. നൌഫലിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റു പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച ഇന്നോവ കാർ ഉപേക്ഷിച്ച് മറ്റൊരു സ്വിഫ്റ്റ് കാറിൽ രക്ഷപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചത്. മുണ്ടക്കയം ഭാഗത്ത് വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ബ്ലാക്ക് വിഷ്ണു, അനീർ, ഹുസൈൻ, ആഷിഖ്, തോമ എന്നിവരെ കോട്ടയം പോലീസും നാട്ടുകാരും ഓടിച്ചിട്ട് പിടികൂടി കൊല്ലം പോലീസിന് കൈമാറി. തുടർന്ന് ആദിൽ, അലി ഉമ്മർ എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 1 മണിക്കൂറിന്റെ ഒരു കേസും എല്ലാ വെഹിക്കിൾസും റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഈ വണ്ടിയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടിയിരുന്നതും അവിടുത്തെ പബ്ലിക് അടക്കം നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഈ 4 പേരും ഇറങ്ങി ചാടി ഓടിയ സമയത്ത് പബ്ലിക് അടക്കം അവിടുത്തെ പോലീസായിട്ട് സഹായിച്ച് ഈ 4 പേര് നമുക്ക് പിടികൂടിയിരുന്നു. സംഭവമുണ്ടായി 12 മണിക്കൂറിനുള്ളിൽ തന്നെ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ പോലീസിന് സാധിച്ചു. മേജർ ടീം രൂപീകരിച്ചിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് വിത്തിൻ 2 hours തന്നെ നമുക്ക് വൺ ഓഫ് ദ മെയിൻ അക്യൂസ് ഇവിടെ കരുനാഗപ്പള്ളിയുടെ ഔട്ടറിൽ തന്നെ നമുക്ക് കിട്ടിയിരുന്നു. സോ അത് മാത്രമല്ലാതെ 2 കോ അക്യൂസ് ഈ പറഞ്ഞ കേസിലെ ബന്ധപ്പെട്ട 2 കോ അക്യൂസ് നമുക്ക് കിട്ടിയിരുന്നു. കൃത്യത്തിന് ഉപയോഗിച്ച ഇന്നോവയും രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്വിഫ്റ്റ് കാറും ഉൾപ്പെടെ 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങിയ ജിം വധക്കേസ് പ്രതി അതുലിനെ 2 കാറുകളിലായാണ് പ്രതികൾ പിന്തുടർന്നത്. ഹരിയാന രജിസ്ട്രേഷനിലുള്ള ഇന്നോവ കാർ ഉപയോഗിച്ച് അതുൽ സഞ്ചരിച്ച വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. 1.5 മിനിറ്റിനുള്ളിൽ കൊലപാതകം പൂർത്തിയാക്കി പ്രതികൾ കടന്നുകളഞ്ഞു. കാറിൽ നിന്ന് കണ്ടെടുത്ത മാരകായുധങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ ബ്ലാക്ക് വിഷ്ണു എന്നാണ് പോലീസ് കണ്ടെത്തൽ. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് വിഷ്ണുവിനെ കൂടാതെ അനീർ, ഷംനാദ്, ഹുസൈൻ, ആഷിഖ്, നൌഫൽ എന്നിവരാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും അപകടകാരി വിഷ്ണുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. 29-കാരനായ വിഷ്ണുവിനെ ബ്ലാക്ക് വിഷ്ണു എന്ന് വിളിക്കുന്നത് ക്രൂരമായ ശൈലി കൊണ്ടാണ്. ആരെ ആക്രമിച്ചാലും ആദ്യത്തെ പ്രഹരം കാലിലായിരിക്കും. ഇര ഓടുന്നില്ലെന്ന് ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വാളുകൊണ്ട് എല്ല് മുറിയുന്ന രീതിയിലാണ് വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. കൊല്ലപ്പെട്ട അതിലും സമാനമായ ക്രൂരമർദ്ദനങ്ങൾക്ക് പേരുകേട്ട ആളാണ്. രക്തം കണ്ടാൽ ആനന്ദിക്കുന്നവനെന്നാണ് ഗുണ്ടാസംഘങ്ങൾ അതുലിനെയും വിളിച്ചിരുന്നത്. അലുവ അതുലിനെ കടത്തൂർ ടീം ആക്രമിക്കുമെന്ന് നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നതായാണ് വിവരം. ആക്രമണം സംബന്ധിച്ച് ഇന്റലിജൻസ് വിവരം ലഭിച്ചിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ലെന്നാണ് ആക്ഷേപം. ജിം സന്തോഷ് വധത്തിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് അലുവ അതുലിന് നേർക്ക് ആക്രമണം നടന്നത്. അതേസമയം ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയതിന്റെ പേരിലാണോ അതുലിനെ കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പ്രതികളുടെ സുഹൃത്തായ അനീറിനെ കൊലപ്പെടുത്താൻ അതുൽ ശ്രമിച്ചിരുന്നെന്നും അതിന്റെ പകയാണ് കൊലപാതകത്തിന് പിന്നിലെന്നും FIRൽ പറയുന്നു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.